ആൻഡ് വെൽക്കം ടു ഓൾ ടീം ഫാബ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇത് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ യൂഷ്വലി കാണിക്കാത്ത സിന്തറ്റിക് ഫാബ് കാണിക്കുക, കാരണം മഴയൊക്കെ നന്നായിട്ട് പിടിച്ചെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇന്ന് ക്രേപ്പ് മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നമ്മളിന്ന് പ്രിന്റഡും പ്ലെയിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങനെ എടുക്കാം. 40 ആണ് പ്ലെയിൻ ഫാബ് വരുന്നത് കേട്ടോ. ഐ മീൻ പ്ലെയിൻ മെറ്റീരിയലിന് 40 രൂപയും പ്രിന്റഡിന് 45 ആണ് നമ്മുടെ റേറ്റ്, മീറ്റർ റേറ്റ് കേട്ടോ. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ കോട്ടൺ കാണിക്കുന്നുണ്ട്. സൂപ്പർ ക്യാമ്പ്രിക്കിൽ നല്ല റെസ്പോൺസ് ഉള്ള ക്ലോത്ത് ആണ്. വാങ്ങിയവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞ ഒരു ക്ലോത്ത്. അപ്പോൾ അതും നമ്മൾ 2 പീസിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് വീഡിയോ ഏകദേശം ലെങ്തി ആകും. എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കാണുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ളവരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ കമൻസും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് പറയുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഷിപ്പിംഗ് ചാർജസ് പറയുവാണെങ്കിൽ 45 to 95 ഫിക്സ്ഡ് ആണ് കേട്ടോ. 10 മീറ്റേഴ്സ് എബവ് നിങ്ങൾ എത്ര എടുത്താലും 95 രൂപ തന്നെയായിരിക്കും. DTDCക്ക് തുടങ്ങുന്നത് മിനിമം 60 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അവർ പറയുന്ന റേറ്റിൽ നമുക്ക് പറയാൻ പറ്റുക 60 റുപ്പീസ് ആണ് തുടങ്ങുന്നത്. പിന്നെ അക്കോർഡിംഗ് ടു ദ വെയിറ്റ് ആൻഡ് ഡിസ്റ്റൻസ് നമുക്കതിൽ വേരിയേഷൻ വരും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വേറെ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, 44 ഇഞ്ചസ് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ ക്ലോത്തിൻ്റെയും വിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഒരു പെർട്ടിക്കുലറായിട്ട് നമുക്ക് ഹക്കോബയൊക്കെ വരുന്ന സമയത്ത് വേരിയേഷൻ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ചോദിക്കുക, ഓർത്താൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം വിതൗട്ട് ഡിലേ നമുക്ക് വീഡിയോ കണ്ടാലോ. വാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്കൊരു വൈൻ ഷെയ്ഡിലാണ് ക്രേപ്പ് മെറ്റീരിയൽ നിറയെ പൂക്കളായിട്ട് വരുന്ന ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റും ഒക്കെ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൺ. ക്രേപ്പ് ആണ്. നമുക്ക് ഇത് ലൈനിങ് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ആണ്. എന്തും നിങ്ങൾക്ക് ചെയ്യാം. ഷോർട്ട് ടോപ്സും അതുപോലെ ക്രോപ്പ് ടോപ്സ്, കുർത്ത, നൈറ്റി എന്തും ചെയ്യാവുന്നതാണ് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം. ഇനി കോട്ടൺ തന്നെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു കോട്ടൺ ലൈനിങ് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ക്രേപ്പ് നമുക്ക് ഈസിയാണ് യൂസ് ചെയ്യാൻ, ഈസി ടു വാഷ് ആൻഡ് ഡ്രൈ ആണ്. ഇപ്പോൾ റെയിനി സീസണിന് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എന്നോട് ഈ പറഞ്ഞ ആൾ എന്നോട് ചോദിച്ച ഒരു കാര്യം, പറഞ്ഞൊരു കാര്യം ചോദിച്ചിരുന്നത്, ഇത് കുറച്ച് സമയത്തേക്കാണോ ഈ റേറ്റ്? അപ്പോൾ എന്നോട് റേറ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്ലെയിനിന് 40 ആൻഡ് ഓഫ് കോഴ്സ് പ്രിന്റഡ് 45 ആണ്. അപ്പോൾ കുറഞ്ഞ സമയത്തേക്കാണോ ഈ ഡ്യൂറേഷനിലാണോ ഈ റേറ്റ് എന്ന് ചോദിച്ചു. അതെനിക്ക് എന്താണെന്ന് ക്ലിയർ ആയിട്ടില്ല. അങ്ങനെയൊന്നുമല്ല, ഇത് ഒരു റേറ്റ് ഇട്ടാൽ അത് തന്നെയാണ്. ഇത് ഓഫർ റേറ്റ് ഒന്നുമല്ല, ഇതിൻ്റെ റേറ്റ് തന്നെയാണ്. അപ്പോൾ കുറഞ്ഞ ഡ്യൂറേഷൻ ഒന്നുമല്ല, ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ ഇത് തന്നെയാണ് റേറ്റ്. അതെന്താ അവർ ഉദ്ദേശിച്ചത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. ഇതിന് പ്ലെയിനിന് 40 ആൻഡ് പ്രിന്റഡ് 45 ആണ്. അത് കഴിയുമ്പോൾ അതിന് റേറ്റ് കുറയോ കൂടുകയോ ഒന്നുമില്ല കേട്ടോ, ഫിക്സ്ഡ് തന്നെയാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ ഡൗട്ട്, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയാൻ വിട്ടുപോയി. ഓക്കെ, സോ ദിസ് ഇസ് എ ഫസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് പ്ലെയിനും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതുപോലെ വൈൻ ബേസ് കളറിൻ്റെ അതാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് 45ഉം ഇതിന് 40 റുപ്പീസുമാണ് മീറ്ററിന് വന്നിട്ടുള്ളത്. ഇത് ഓൾമോസ്റ്റ് നമുക്ക് 44 ഇഞ്ചസ് തന്നെയാണ് ഇതിൻ്റെ വരുന്നത്. ജസ്റ്റ് ഒരു മിനിറ്റ്. ഇതിൻ്റെ മെഷർ ഒന്ന് നോക്കിയേക്കാം നമുക്ക്, എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോയെന്ന്. ഓക്കെ, ഇതിന് 42 ഇഞ്ചസ് കേട്ടോ. 42 ഇഞ്ചസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. 41, 42 ആ ഇഞ്ചസ് ആണ് കേട്ടോ ക്രേപ്പിൽ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്രേപ്പ് ഓൺലൈനിൽ കൊണ്ടുവരുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എത്ര മീറ്റേഴ്സ് വേണമെന്ന് പറയുക. ആൻഡ് ഇതിന് ഏകദേശം ഇതാണ് ശരിക്കും പറഞ്ഞ് എനിക്ക് തോന്നിയ പ്രോപ്പർ കളറ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്ലൂ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ദിസ് ബോത്ത് ആർ ബ്യൂട്ടിഫുൾ. പിന്നെ നിങ്ങൾ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്ലെയിൻ എടുത്തിട്ട് ചെയ്യാനും നല്ല പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഐദർ ദിസ് ഓർ ദിസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇനി ഇത് സെറ്റ് വൈസ് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഏതെങ്കിലും പ്രൊഡക്റ്റ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, 45 ഫോർ പ്രിന്റഡ് വൺ ആൻഡ് പ്ലെയിനിന് 40 റുപ്പീസ് കേട്ടോ. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമുക്ക് ഒരു ബേസ് കളറ്, ഒരു ബ്യൂട്ടിഫുൾ ബ്ലാക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഒരു പിങ്ക്, ഓക്കെ, ഒരു നല്ല ഭംഗിയുള്ള ഒരു ക്വീൻ്റെ ഒക്കെ കളർ, ലൈക്ക് അങ്ങനത്തെ ഒരു പിങ്ക് ഫ്ലോറലാണ് വന്നിരിക്കുന്നത്. ബേസ് കളർ നമുക്ക് ബ്ലാക്ക് ആണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കളർ വളരെ ഒരു ഓണിയൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ കളർ വളരെ സൂട്ടബിൾ ആണ് കേട്ടോ. ഐ ഹോപ്പ് ഐ എം ഓഡിയബിൾ. അപ്പോൾ ഇതിന് ഏറ്റവും സൂട്ടായിട്ട് വന്നേക്കുന്ന ഒരു കളർ ഇതാണ്. ഇനി നിങ്ങൾക്ക് ബ്ലാക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ബ്ലാക്ക് ഓൾസോ, ബേസ് കളർ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടും രസമുണ്ട് കേട്ടോ ശരിയപ്പോൾ വെച്ചപ്പം.
അപ്പോൾ ഇതാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ആ കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഒരു പ്രൊഡക്റ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കുക. അഗെയിൻ റേറ്റ് ഇസ് 45 ഫോർ പ്രിന്റഡ് വൺ ആൻഡ് പ്ലെയിനിന് നമുക്ക് 40 രൂപയാണ് വരുന്നത് കേട്ടോ. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബേസ് കളർ നമുക്കൊരു ബോട്ടിൽ ഗ്രീൻ ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം ക്രേപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല വശം, ഇത് ഇതിൻ്റെ ഉൾവശമാണ്. സോറി, ഇത് നല്ല വശമാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈനിങ് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ആണ്, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. ബിക്കോസ് ഇത് സിന്തറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വാഷ് ചെയ്യാം, ഹാൻഡ് വാഷ് ആയാലും കുഴപ്പമില്ല, മെഷീൻ വാഷ് ആയാലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ഡിറ്റർജൻറ്റ് യൂസ് ചെയ്താലും ഒന്നും പ്രശ്നം വരുന്നില്ല. അപ്പം ഇതാണ് ആ പ്രൊഡക്റ്റ്. സോ നമുക്ക് അതിന് ബേസ് കളർ നമുക്ക് വന്നേക്കുന്നത് ഗ്രീൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ബോട്ടിൽ ഗ്രീൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഷെയ്ഡ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ ഞാനൊരു കോമ്പിനേഷൻ ആയിട്ട് കൊണ്ടുവന്നേക്കുന്നത് ഈ ബോട്ടിൽ ഗ്രീൻ തന്നെയാണ്. അപ്പോൾ 45 ഫോർ പ്രിന്റഡ് ആൻഡ് 40 റുപ്പീസ് ഫോർ നമ്മുടെ പ്ലെയിൻ മെറ്റീരിയലിന് വരുന്നു. സോ ദാറ്റ് ഈസ് ദ അനദർ പ്രൊഡക്റ്റ്. പിന്നെ നമുക്ക് വന്നേക്കുന്നത് നല്ല ഒരു മെറൂണിഷ് റെഡ് തന്നെയാണ്, ഒരു മെറൂണിഷ് റെഡിലാണ് അടുത്ത പ്രൊഡക്റ്റ് വന്നേക്കുന്നത്. അതും അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഒരേ പ്രിന്റ് തന്നെയാണ്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വന്നേക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനും നമുക്ക് വേണമെങ്കിൽ ബേസ് കളർ റെഡ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്ലൂ ഇതിന് ചെയ്യാവുന്നതാണ്. ഈ ബ്ലൂ ഇതിന് രസമുണ്ടോ? ഈ ബ്ലൂ ഇതിന് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊരു ബ്രൈറ്റ് ആണ്, എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ആൻഡ് ഇങ്ങനെ ചെയ്യാം. ഓർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഷെയ്ഡാണ് ഈ പിങ്ക്. പക്ഷെ എനിക്കിതിൽ ഏറ്റവും വെച്ചതിൽ ഈ ബ്ലൂ ആണ് ഏറ്റവും മാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്ലെയിൻ്റെയും തിക്നെസ് നിങ്ങൾക്ക് അറിയില്ല, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ പ്ലെയിനിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. അതുപോലെ ഹാൻഡ് വർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാവുന്ന പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, സോ 45 റുപ്പീസാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് ഒരു മീറ്ററിന്. അതുപോലെ പ്രിന്റഡിന് 45ഉം പ്ലെയിനിന് 40 റുപ്പീസുമാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വൈൻ ഷെയ്ഡിൽ ലൈക്ക് ഒരു ഫെദറിൻ്റെ കേട്ടോ, തൂവലിൻ്റെ ഒരു പ്രിൻ്റാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഇത് തന്നെയാണ് വന്നേക്കുന്നത്. നമുക്ക് ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് വൈൻ ഷെയ്ഡുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഏതോ ഒരു റീലിൽ ഞാൻ കണ്ടതാണ്. ഇതും പിന്നെ ഇതിട്ടേച്ച് ഇത് നമുക്ക് അതിൻ്റെ യോക്ക് പോർഷനിലായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇത് കൈയുടെ അറ്റത്തും കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും. അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനും നല്ല ബ്യൂട്ടിഫുൾ ആണ്. സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് കേട്ടോ. ഒരു 1 മീറ്റർ മുതൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇതേപോലെ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത് കേട്ടോ. നല്ല ഒരു ഫെദറിൻ്റെ ഇതുപോലെ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ്. അപ്പം സിന്തറ്റിക് യൂസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ കോട്ടൺ വില അലർജിയൊക്കെ ആണെങ്കിൽ മാത്രം ഒഴിവാക്കിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് ആണ്. ഇത് ഞാൻ ആക്ച്വലി ആ റീലിൽ കണ്ടത് ബ്ലാക്ക് ആയിരുന്നു, ഒരു ബ്ലാക്ക് ചെയ്തേക്കുന്നതായിരുന്നു. സോ ഇങ്ങനെ വരുന്നു ബ്ലാക്ക്. അതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്യാം. ഈ ഷെയ്ഡ് കുറച്ച് കൂടുതലാണ്, അപ്പോൾ ബ്ലാക്ക് തന്നെയാണ് നല്ലത് അല്ലേ. അപ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത് കേട്ടോ. എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രിൻറ്റും ആൻഡ് അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനും കൂടെയാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ യോക്കിലൊക്കെ വെച്ച് ചെയ്തിട്ട് കൈയുടെ അറ്റത്ത് കൊടുത്ത് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാവുന്ന നല്ല ഭംഗിയുള്ളത്. ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് പെയർ വൈസ് എടുക്കണം എന്നില്ല, ടോപ്പ് മാത്രം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇനി എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി പ്ലെയിൻ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. 40 ആൻഡ് 45 ആണേ. ദെൻ ഇതൊരു നേവി ബ്ലൂവിലാണ് വന്നേക്കുന്നത്. ഓക്കെ അല്ലേ, ബ്ലൂ ആണ് വന്നേക്കുന്നത്. സോ നേവി ബ്ലൂവിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമുക്ക് ഏതാ കളർ എടുക്കുക, നിങ്ങൾക്ക് ക്രീം വേണമെങ്കിൽ ക്രീം ഉണ്ട് നമ്മുടെ അടുത്ത് കേട്ടോ. ക്രീം വേണമെങ്കിൽ ചെയ്യാം. ഓർ യു ക്യാൻ ഗോ ഫോർ ഈ ഒരു ലൈറ്റ് പിങ്ക് വേണമെങ്കിൽ ചെയ്യാം, നല്ല രസമായിട്ട് പോകും. പിന്നെ ബേസ് കളർ നേവി ബ്ലൂ ഒക്കെ പിന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ ഇത് രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഒറ്റയ്ക്ക് മാത്രം മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളക്ഷൻ അല്ല, നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ആൻഡ് പിന്നെ നമുക്ക് അതിൽ തന്നെ ഒരു മെറൂൺ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് മെറൂണും. ഭയങ്കര ഡാർക്ക് അങ്ങ് മെറൂണല്ല, ഒരു ശരിക്കും ബ്രൗണിലോട്ട് പോകുന്ന ഒരു മെറൂണാണ് കേട്ടോ.
അപ്പോൾ ഇതിനും നമുക്ക് നേരത്തെ കണ്ട പിങ്ക് ചെയ്യാവുന്നതാണ്. ഓർ ഈവൻ നമുക്ക് ഓഫ് വൈറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അതാണ് നെക്സ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു വയലറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു ഷെയ്ഡ് കേട്ടോ. ഓണിയൻ പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു വയലറ്റിലോട്ട് നിൽക്കുന്ന കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. അതിൽ ചെക്സ് പോലെ വന്നിരിക്കുന്നത്, ചെറിയ ഫ്ലോറൽ പ്രിന്റ് ഉണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് അതിൽ ബ്ലൂ വരുന്നുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസ് കളർ ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ബ്ലൂ നന്നായിട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അതുപോലെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഈ ബ്ലൂ, കുറച്ച് ഡാർക്ക് ബ്ലൂവും നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ എടുക്കാം കേട്ടോ. വളരെ സ്മൂത്താണ് മെറ്റീരിയൽ, നമുക്ക് വളരെ സുഖമാണ് ഈ മെറ്റീരിയൽ കേട്ടോ ഇടാൻ. അതുപോലെ തന്നെ ഈസി ടു ഹാൻഡിൽ ആണ്, അതിൻ്റെ ഏറ്റവും പ്രത്യേകം. പിന്നെ ഈവൻ ഇതൊന്ന് കട്ടും വരിക ഇങ്ങോട്ട് ക്ലോസ്, ദിസ് വിൽ ഓൾസോ ഗോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, ഏത് പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഇങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് കാണിക്കുമ്പോൾ അത് നമുക്ക് പറയാം. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നേക്കുന്നത്. പിന്നെ അതിൽ വന്നേക്കുന്നത് നമുക്കൊരു ബ്ലൂ ആണേ, നേവി ബ്ലൂ. ഇതിൻ്റെ തന്നെ നേവി ബ്ലൂ ആണ്, നല്ല ഫ്ലോയി ആണ് ഓഫ് കോഴ്സ്. അതുപോലെ പിന്നെ കോട്ടൺ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളവർക്ക് അത് ഓപ്റ്റ് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ പക്ഷെ നമുക്ക് കോട്ടൺ ലൈനിങ് കൊടുത്ത് ചെയ്യാം. ഇത് വന്നിട്ടുണ്ട്. അപ്പം ഇതിന് നമുക്കിപ്പം എനിക്ക് തോന്നുന്നത് വീണ്ടും ഇത് ഈ പ്ലെയിൻ ഷെയ്ഡ് തന്നെയാണ് രസം ഉണ്ടാവും അല്ലേ, ഈ പ്ലെയിൻ ഷെയ്ഡ്. അപ്പോൾ നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പറയുക കേട്ടോ. അപ്പോൾ അതും അങ്ങനെ ഒരു പ്രൊഡക്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമുക്കൊരു ബോട്ടിൽ ഗ്രീനിലാണേ. ബോട്ടിൽ ഗ്രീനിൽ നമുക്ക് ചെറിയ പിങ്ക് വരുന്നുണ്ട്, അതിൽ നല്ല സ്മൂത്ത് ഫാബാണ്. ഓക്കെ, ഇതിൻ്റെ തിക്നെസ് ഇതാണ് കേട്ടോ, ഇതിൻ്റെ ഉൾവശം വരുന്നത് ഇങ്ങനെ വരും. പ്രൊഡക്റ്റ് ഒറിജിനൽ കളർ തന്നെയല്ലേ കാണുന്നത്, ഒറിജിനൽ കളേഴ്സ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിന് വരുന്നത്. അപ്പോൾ ഇതിന് മാച്ചായിട്ട് നമുക്ക് ബേസ് കളറിൻ്റെ ബോട്ടിൽ ഗ്രീൻ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ടോപ്പ് ആൻഡ് ബോട്ടം എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പിങ്ക് വേണമെങ്കിൽ ചെയ്യാം. അതിൽ വരുന്നൊരു കോമൺ ഷെയ്ഡ്സ് അങ്ങനെ ഞാൻ നോക്കിയെടുത്തത് അവിടുന്ന്. ഈ പിങ്ക് ആയിട്ട് ചെയ്യാം, ആൻഡ് ഓർ ഈവൻ യു ക്യാൻ ഗോ ഫോർ ഈ പിങ്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം വരുന്നതെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിനും എഗെയിൻ പ്രിൻ്റഡിന് വരുന്നത് 45ഉം പ്ലെയിനിന് വരുന്നത് 40 ആണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഓഫ് വൈറ്റും ഇതിനകത്ത് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വൺ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബേസ് കളർ ഒരു ബ്രൗൺ ആണ്, പക്ഷെ അതിൽ ബ്ലൂവിൻ്റെ ആ ഒരു ചെക്ക് വന്നേക്കുന്നത്. അപ്പം നമുക്ക് അതിന് വേണമെങ്കിലും ഈ കളർ പറ്റും കേട്ടോ. അങ്ങനെ കണക്കാക്കി ഞങ്ങൾ കുറച്ച് പ്ലെയിൻ കളേഴ്സ് എടുത്തത്. ആ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓർ ഇവൻ ഈ ബ്ലൂ വിൽ ഗോ, ദിസ് ബ്ലൂ വിൽ ഗോ. സി രസമല്ലേ ഇത്, ഈ ബ്ലൂ ചെയ്യാം, ഓർ നിങ്ങൾക്ക് ഈ ബ്ലൂ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പ്ലെയിൻ്റെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ, ഇത്രയും പ്ലെയിനാണ്. കാരണം ഒരുപാട് കളക്ഷൻ ഇല്ല കേട്ടോ എൻ്റെ അടുത്ത്, ഉള്ള കളക്ഷൻ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടേ. അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതാണ് ആ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ്. ഇനി ഇതിനകത്ത് പ്ലെയിൻ ആയിട്ട് കാണിക്കുന്നത്, നമ്മൾ കാണിക്കാതെ പോയ മെറ്റീരിയൽ നിങ്ങൾക്ക് മാത്രം വേണമെങ്കിൽ ഒരു റാണി പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വൺ, നല്ല കളറും പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ സിന്തറ്റിക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും അല്ലേ, പ്രിൻറ്റും അതുപോലെ തന്നെ കളേഴ്സും. അവർക്ക് സുഖമായിട്ട് ചെയ്യാം. ക്രീം മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്ലെയിൻ കളേഴ്സ് ഞാനൊന്ന് കാണിക്കാം. ഇത് പിന്നെ നമ്മുടെ അടുത്തുള്ളത് ബ്ലാക്ക് ഓഫ് കോഴ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, നല്ല ബ്ലാക്ക് ജെറ്റ് ബ്ലാക്കിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാണിക്കാത്തൊരു കളർ നമുക്ക് മസ്റ്റാർഡ് യെല്ലോ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് മസ്റ്റാർഡ് യെല്ലോ അല്ലോ, ശരിക്കുള്ള യെല്ലോ തന്നെയാണ്. ഇതിനേതെങ്കിലും ഈ കളർ ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ചതിന് ഏതെങ്കിലും ഈ യെല്ലോ മാച്ചായിട്ട് തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. യെല്ലോ മാച്ചായിട്ട് വരുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. ഈ ഗ്രീനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് യെല്ലോ മാച്ചായിട്ട് ഇടാമല്ലോ. ഓക്കെ, ഗ്രീൻ ആൻഡ് യെല്ലോ, ജസ്റ്റ് യെല്ലോ ഗ്രീൻ പ്ലെയിൻ എൻ്റെ അടുത്തുള്ളത്. ഗ്രീൻ ആൻഡ് യെല്ലോ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഗ്രീനിൻ്റെ പ്രിൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ യെല്ലോയുടെ കൂടെയും ചെയ്യാം. സോ ദിസ് ഈസ് ദ ക്രേപ്പ് കളക്ഷൻ ഇന്നത്തെ കേട്ടോ. സോ പ്ലെയിനിന് 40 റുപ്പീസും പ്രിൻറ്റിന് 45 റുപ്പീസുമാണ് വരുന്നത്. അത് ഇത്ര ടൈം വരുന്നൊന്നുമില്ല, ഇത് ഫിക്സ്ഡ് റേറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ കാണുന്നത് കലംകാരി ഡിസൈൻ ആണ്. ഇത് ഇപ്രാവശ്യം കലംകാരി വന്നേക്കുന്നത് യൂഷ്വലി 125 ആണെങ്കിൽ ഇപ്രാവശ്യം 120 വന്നിട്ടുണ്ട് കേട്ടോ. 120 നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ബ്ലാക്ക് ആണ് ബേസ് കളർ, അതിലേക്ക് ക്രീമും റെഡും ബ്ലൂവും ആൻഡ് ഡിഫറെൻറ്റ് മൾട്ടി കളേഴ്സ് നമുക്ക് പറയാം, അങ്ങനെ വന്നേക്കുന്നു. ഇത് ഈവൻ പ്ലെയിൻ ബ്ലാക്കിന് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്യാൻ നല്ല രസമാണ്. റെഡിന് രസമാണ്, ബ്ലൂവിന് രസമാണ്. അതൊക്കെ നിങ്ങളുടെ എന്താ പറയുക
ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും കേട്ടോ. നല്ല ഫാബ്രിക്. ഓക്കെ, നല്ല പ്യുവർ കോട്ടണിൽ വരുന്നു. കലംകാരി ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, കാംബ്രിക് കോട്ടൺ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് നോക്കാം. സോ ബീങ് അതൊരു മൾട്ടി കളറും അതുപോലെ തന്നെ മൾട്ടി കളേഴ്സും അതുപോലെ ഡാർക്ക് ഷെയ്ഡും ആയതുകൊണ്ട് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. അപ്പോൾ ഇതായിട്ട് മാത്രം നിങ്ങൾക്ക് ഫ്രോക്കോ കുർത്തിയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിൻ കളേഴ്സിൻ്റെ കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാം. ഈവൻ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് ദുപ്പട്ട ഓൾസോ കേട്ടോ. നല്ല സോഫ്റ്റ് കാംബ്രിക് ആണ്. അതേപോലെ തന്നെ കലംകാരി പ്രിൻറ്റുമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ബോത്ത് സൈഡ്സ് വിൽ ബി സെയിം. അങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രൊഡക്റ്റ്. 120 ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. യൂഷ്വലി 125 ആണ്. ഇത് 120 വന്നിട്ടുണ്ട് കേട്ടോ. സെയിം ക്വാളിറ്റി, ഒന്നും പ്രശ്നമില്ല. പിന്നെ വേറൊന്ന് വന്നത് ഇതുപോലെ നമ്മൾ നേരിട്ട് പർച്ചേസ് ചെയ്തതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇതെനിക്ക് എൻ്റെ പ്രിൻ്റ് എന്തോ ഇഷ്ടമായതുകൊണ്ട് ജസ്റ്റ് ഒരു 10 മീറ്റേഴ്സോ 9 മീറ്റേഴ്സ് എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ എന്നാലും ഞങ്ങളത് എടുത്തു. നല്ല ഭയങ്കര അങ്ങ് ബ്രൈറ്റ് അല്ല, എന്നാൽ എല്ലാ കളേഴ്സും കൂടി ഉണ്ട് താനും കേട്ടോ. ബേസ് കളർ ഇതിൻ്റെ വരുന്നൊരു ബ്ലാക്ക് ആണ്, പക്ഷെ അതിൽ ആ കളേഴ്സ് വരുമ്പോൾ നല്ലൊരു ഭംഗി വരുന്നു. അപ്പോൾ അതും നമുക്ക് പ്ലെയിൻ ആയിട്ട് ചെയ്യുന്നതിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാവും. കോളറിൻ്റെ അതും അതുപോലെ തന്നെ നെക്കിൻ്റെ ഇങ്ങോട്ട് താഴോട്ടുള്ള അതിനൊക്കെ എന്തൊക്കെയോ പേരുണ്ട്. ദെൻ സ്ലീവ്സിൻ്റെ എൻഡിൽ വെച്ച് ചെയ്യാനോ അല്ലെങ്കിൽ യോക്കിൽ വെച്ച് ചെയ്യാനോ ഒക്കെ നല്ല ഭംഗിയുള്ളൊരു പ്രൊഡക്റ്റ്. ആൻഡ് ഈവൻ ഷോർട്ട് ടോപ്സ് ജീൻസിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. സോ ദാറ്റ് ഈസ് ഓൾസോ 120 rupees. ഇന്നത്തെ വൺ ഒരു നല്ല രസമുള്ളൊരു ഡിസൈൻ, ചെരിഞ്ഞ് നമ്മുടെ ലഹിയ സ്റ്റൈലിലൊക്കെ പോകുന്ന ഒരു ഡിസൈൻ. ഇതിനും ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ബട്ട് ഓഫ് കോഴ്സ് അതിൽ റെഡും ആ യെല്ലോയും കൂടെ വരുമ്പം ഇറ്റ്സ് പിന്നെ ബ്യൂട്ടിഫുൾ. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. വളരെ രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ റുക്ക് വരുന്നത്. അപ്പോൾ എന്തൊരു ഫ്ലോയാണെന്നറിയോ മെറ്റീരിയൽ, നല്ല രസമാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ പ്ലെയിൻ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക പ്രിൻറ്റഡ്, അതിൻ്റെ സ്റ്റിക്കർ അല്ലേ, പ്രിൻറ്റഡ് ദുപ്പട്ട ചെയ്യുന്നത്. അപ്പോൾ ഇവൻ നമുക്ക് ദുപ്പട്ടയ്ക്ക് വിടാം, കാരണം നമ്മൾ സുഖമായിട്ട് കിടന്നോളൂ ഇത്. അപ്പോൾ അങ്ങനെയും വേണം ചെയ്യാം. പിന്നെ വിട്ടൊക്കെ അനുസരിച്ച് നിങ്ങളത് കട്ട് ചെയ്ത് സൈഡിലൊക്കെ അറ്റാച്ച് ചെയ്താൽ മതി. സോ നമുക്ക് കുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന അത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്നു. പ്യുവർ കോട്ടണിൽ വരുന്നു കേട്ടോ. ജസ്റ്റ് 120 rupees ആണ് ഇപ്രാവശ്യത്തെ കലംകാരി വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് പീസ്, ഇതൊരു സീബ്രയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇത് മെറൂൺ ആണോ ബേസ്, ക്രീമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ വന്നിരിക്കുന്ന ഒരു ഇത് ക്രീം ആൻഡ് മെറൂൺ ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. അപ്പോൾ ഇതിനിവിടെ താഴ്വശത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോലെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചിലർ ചോദിക്കുള്ളൂ ഇത് നൈറ്റ് ഡ്രസ് ചെയ്യാനോ ഒക്കെ നല്ലതാണ്, കുഴപ്പമില്ല. ഇത് നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് പല ഐഡിയാസ് വരും. കൈഡറ്റത്തോ ഇനി താഴെ പോർഷനിലേക്കോ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് നല്ല കോട്ടണിൽ നിന്ന് കലംകാരി ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത്. കാംബ്രിക് കോട്ടൺ ആണ്, ട്രാൻസ്പെറൻ്റ് അല്ല ഒട്ടും. എങ്കിലും ബോഡി പാർട്ട് ലൈനിങ് ചെയ്യുക കുർത്തി ചെയ്യുമ്പോൾ. ഷോർട്ട് ടോപ്സിനൊന്നും പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നൈറ്റിയൊക്കെ ചെയ്യാൻ സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ജസ്റ്റ് 120 rupees ആണ്. ഇത് ആക്ച്വലി 125 പക്ഷേ കലംകാരി മൊത്തം ഇന്ന് 125 പോകുന്നത് കേട്ടോ. ഷിപ്പിംഗ് ചാർജസ് 45 to 95 ആയിരിക്കുമേ ഫിക്സ്ഡ്. നെക്സ്റ്റ് നമ്മുടെ ഒരു സൂപ്പർ കാംബ്രിക്കിൽ വരുന്ന എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. പ്യുവർ കോട്ടൺ, 100% പ്യുവർ കോട്ടണിൽ വരുന്നു. നല്ല സ്മൂത്ത് ഫിനിഷാണിത്. മേ ബി ഒരു ചിലതിൽ നമുക്കൊരു പോളിഷ്ഡ്, ഇതിനകത്തില്ല, ചിലതിൽ നമുക്കൊരു പോളിഷ്ഡ് ഫീലിംഗ് തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങളത് വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും സാധാരണ പോലെ തന്നെയായി. അപ്പോൾ നല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിലാണ് ഈ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബേസ് കളർ ബ്ലാക്ക് വന്നിട്ട് അതിൽ റെഡ് ആൻഡ് വൈറ്റ്, ആൻഡ് ഓഫ് കോഴ്സ് അതിന് ബോട്ടമായിട്ട് വന്നേക്കുന്നത് ഇതുപോലെ ഒരു ബാന്തിനി ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ബഗ്രു എന്തൊക്കെയോ പറയും. ഓക്കെ, റെഡിൽ വൈറ്റ് തിരിച്ചിട്ടാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൺ. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പിക്ക് എടുക്കാം. സോ 125 നമുക്ക് ഈ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. സോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാകും. അപ്പോൾ അതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ ഉൾവശം ഇതാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾ ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു എപ്പോഴും ബോഡി പാർട്ട് നിങ്ങൾ ലൈനിങ് വെച്ചിട്ട് അതാണ് അതിൻ്റെ പ്രിൻ്റ് ഉണ്ട് ഉൾവശം വരുന്നത്, നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഇതും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് ചെയ്യാൻ നല്ല രസമല്ലേ, ടോപ്പ് ചെയ്യാൻ നല്ല രസം ഉണ്ടാവില്ലേ. ഈ ബ്ലാക്ക് ആൻഡ് റെഡിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേവ് ആണ് അല്ലേ, നല്ലൊരു ബോൾഡ് കോമ്പിനേഷൻ. ഓക്കെ, എപ്പോഴും നല്ല ഭംഗി ഉണ്ടാവുന്നത്, എല്ലാവർക്കും ചേരുന്ന, എനിക്ക് ചുവപ്പ് ചേരും അങ്ങനത്തെ സംശയം വേണ്ട, എല്ലാവർക്കും ചേരുന്നതാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് നല്ല രസമാണ്, പ്രത്യേക ഒരു അട്രാക്ഷനാണ്. 125 മീറ്റർ വന്നേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ തിക്നെസ് നോക്കിയില്ലല്ലോ മരിയ, ഇതാണ് കേട്ടോ ഇതിൻ്റെ തിക്നെസ്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ലൈനിങ് ഉള്ളൂ. പാൻസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ ആവശ്യമില്ല. താഴോട്ട് വെർട്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ. സോ 125 rupees
വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ 44 ഇഞ്ചസ് ആണ് വിട്ട് കേട്ടോ, എപ്പോഴും മറന്നു പോകും. നെക്സ്റ്റ് വൺ നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് പോയാലോ? ഇതാ ബ്യൂട്ടിഫുൾ വൺ, ക്യൂട്ട് ലിറ്റിൽ. സോ പിങ്ക് ആൻഡ് ആ ഒരു ബേബി യെല്ലോ, എനിക്ക് ഐ ഡോ നോട്ട് നോ വാട്ട് ടു സേ, അങ്ങനെ ഭംഗിയായിട്ട് വന്നിരിക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് വൈറ്റ് ആണ് അതിൻ്റെ കോമ്പിനേഷൻ. പിന്നെ അതിൻ്റെ എലഗൻസ് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. ഇതാണ് ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് വന്നേക്കുന്നത്. നമുക്ക് ബോട്ടം ആയിക്കോട്ടെ ആദ്യം, എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതായിരിക്കണം ഓഫ് കോഴ്സ് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഇതായിരിക്കണം നമുക്ക് പാൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ചെയ്യുമ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ട് ചെയ്യാം കേട്ടോ, ഇതേപോലെ ചെയ്യാം. ഓക്കെ, നമുക്ക് സെറ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ വെക്കാം. സോ 125 വന്നിരിക്കുന്നു. നമുക്കിതിൻ്റെ ലൈനിങ് ആവശ്യമില്ല, പക്ഷെ ബീങ് ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ ആയതുകൊണ്ട് ലൈനിങ് വെച്ച് ചെയ്യാമെങ്കിൽ ടോപ്പ് ചെയ്യുന്നവർ കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ബോട്ടത്തിന് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ആൻഡ് അതിൻ്റെ പാൻസ് അത് കഴിഞ്ഞു. നമുക്ക് ടോപ്പായിട്ട് വന്നേക്കുന്നത് ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ബേബി പിങ്ക് അല്ല, കുറച്ചും കൂടെ ഡാർക്കാണ്. ആ ഒരു അതിൽ ആ യെല്ലോ വരുമ്പോഴത്തേക്കും സൂപ്പർ കോമ്പിനേഷൻ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് വരുന്നു. സോ വളരെ സൂതിങ് ആയിട്ടുള്ളൊരു ഫാബ്, അതുപോലെ തന്നെ സൂതിങ് ആയിട്ടുള്ള കളറും. സോ ജസ്റ്റ് 125 rupees per meter ആണ് വരുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം ഈ റേറ്റിന് എങ്ങനെയാണ് നമ്മൾ തരുന്നതെന്നുള്ളത്. നെക്സ്റ്റ് വൺ ഒരു ബാന്തിനി പ്രിന്റ് വന്നേക്കുന്നു. ദിസ് ഓൾസോ ബ്യൂട്ടിഫുൾ വൺ കേട്ടോ. ഒരു മെറൂൺ ആൻഡ് മസ്റ്റാർഡ് ആൻഡ് വൈറ്റ്, അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ നല്ല രസമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് നിങ്ങൾ സെറ്റായിട്ട് വാങ്ങണത് പറയാൻ ഞാൻ വിട്ടുപോയി. സെറ്റായിട്ട് തന്നെ എടുക്കുക. അതിന് ആരെങ്കിലും ടോപ്പായിട്ടോ മറ്റോ അങ്ങനെ എടുക്കുവാണെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കും നിങ്ങൾ ചോദിക്കുമ്പോൾ, എന്നിട്ട് അങ്ങനെ തരാം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര സാരിയും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പം താഴോട്ടാക്കിയിട്ട് ചെയ്യാം. ഇത് ടോപ്പ് ചെയ്യാനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ അതിന് പെയർ ചെയ്തിട്ട് വന്നേക്കുന്നത് ബഗ്രു പ്രിന്റിൽ ബാന്തിനി ഇതിലാണ് പ്രൊഡക്റ്റ് വന്നേക്കുന്നത്. ഇതേപോലെ കണ്ടോ, ഇതേപോലെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ 125 rupees per meter എന്ന് പറയാം. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. വലിയ പ്രിന്റിലാണ് എപ്പോഴും നമുക്കൊരു ബാന്തിനി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ബഗ്രു പ്രിന്റ് എന്നാൽ ഞാൻ അതിൽ നിന്ന് കാണിക്കാം നിങ്ങളെ. ഇത് കണ്ടോ, നമുക്ക് ബഗ്രു പ്രിന്റിൽ നൈറ്റി വരുന്നുണ്ട്. നൈറ്റിയുടെ ക്ലോത്തുകൾ ഇത് 100 രൂപയാണ് കേട്ടോ, 100 rupees. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്കൊരു ബ്ലൂ ഷെയ്ഡിൽ കണ്ടാലോ. ദിസ് ഇസ് ഓൾസോ അഗെയിൻ വെരി സൂതിങ് ആയിട്ടുള്ള ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു കളറ്. വൈറ്റ് ആൻഡ് ബ്ലൂവിൻ്റെ കോമ്പിനേഷനാണ്. ഒരു വെക്ടർ ഡിസൈൻ വന്നിട്ടുണ്ട്. അതിന് തന്നെ ഒരു കുട്ടി കുട്ടി പ്രോട്ടോടൈപ്പ് പോലെ ഇവിടെ കുഞ്ഞി പ്രിന്റ് വന്നേക്കുന്നത് കേട്ടോ. സോ വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് ഓൾസോ എവർ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നമുക്ക് പ്രൊഡക്റ്റ് നോക്കാം. ഇതും നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാൻ നല്ല രസമാണ്. പിന്നെ നൈറ്റ് ഡ്രസ് ചെയ്യാൻ നല്ലതാണ്. 44 inches ആണ് വിട്ട് വരുന്നത്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് അവർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഉൾവശം. എന്ന് ഓർക്കുമ്പോൾ ഇതുണ്ട് ഇതുപോലെ ഉണ്ടാവും കേട്ടോ. 44 inches തന്നെയാണ് നമുക്ക് വിട്ട് വന്നേക്കുന്നത്. സോ അതിന് നമുക്ക് മാച്ചിങ് ആയിട്ട് വന്നേക്കുന്നതും വളരെ സൂതിങ് ആയിട്ടുള്ള ഒരു ബ്ലൂ. സി, കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കാണാനേ. അപ്പം അത് വരുന്നത് കോമ്പിനേഷൻ ഇതുപോലെ വരും. ഓഫ് കോഴ്സ് ഇതായിരിക്കും പാൻസ്, ഇത് ടോപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും ചെയ്യാം. ഓക്കെ, സോ ഇത് നമുക്ക് കഴിയുന്നത് നിങ്ങൾ പെയറായിട്ട് തന്നെ എടുക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ചോദിക്കുന്നവരാണ് ഒരു 90%. അപ്പോൾ ബാക്കിയുള്ളവർ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും, കിട്ടുവാണെങ്കിൽ തരാം. പക്ഷെ മിക്കവാറും പ്രൊഡക്റ്റ് തീർന്നു പോകാറാണ് പതിവ്. ഓക്കെ, സോ 125 rupees per meter വന്നേക്കുന്നു. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് പ്രൊഡക്റ്റ്. ദിസ് ഇസ് ഓൾസോ പെർട്ടിക്കുലർ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് വന്നേക്കുന്നത്. ഇതാണ് നമുക്ക് ടോപ്പ് വന്നേക്കുന്നത്. ഇത് ബോട്ടം വന്നേക്കുന്നു. നമുക്ക് നോക്കാം. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് വരിക കേട്ടോ. ചെറിയ ചെറിയ സെക്കൻഡ്. ഓക്കെ, ഇത് കുറച്ചും കൂടെ ഡാർക്കാണ്. നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടെ നേവി ബ്ലൂവിലോട്ട് പോവുകയല്ല, അങ്ങനത്തെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇതുപോലെയാണ് ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷൻ വരിക. വൈറ്റ് ആൻഡ് ബ്ലൂ, ബ്യൂട്ടിഫുൾ വൺ. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു പീസ് കേട്ടോ. ഇത് ആ സെറ്റായിട്ട് തന്നെ അഴിച്ചിട്ടാലേ അതിൻ്റെ ഭംഗി അറിയുള്ളൂ. നമുക്ക് എ ലൈൻ ചെയ്യാനും സൈഡ് സ്ലിറ്റ് ആയിട്ടോ ഇനി ഫ്രോക്കായിട്ട് ചെയ്യണമെങ്കിലോ ഞൊറി വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഡിസൈനാണ് കേട്ടോ. ഈ ബ്ലൂവും ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ വന്നിരിക്കുന്നു. സോ ദിസ് ഇസ് അവർ കളക്ഷൻ, ടുഡേസ് കളക്ഷൻ.
സോ ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇഷ്ടമുള്ള പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ആൻഡ് കൂട്ടത്തിൽ നിങ്ങൾക്ക് എത്ര മീറ്റേഴ്സ് വേണം എന്നുകൂടെ അയക്കുക കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഇതേ റേറ്റ് തന്നെയാണ് ത്രൂ ഔട്ട്. എനിക്കിപ്പോഴും ക്ലിയർ ആയിട്ടില്ല അതെന്താണെന്നുള്ളത്. ഒരാൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാണേ. ഒരേ റേറ്റ് തന്നെയായിരിക്കും ത്രൂ ഔട്ട്. എനിക്കത് എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആമസോണിലൊക്കെ സെയിൽ ഇടുമല്ലോ, രാത്രി മിഡ് നൈറ്റ് സെയിൽ, അങ്ങനെ വല്ലതും ആണോ ഉദ്ദേശിച്ചത്? നമുക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ, എല്ലാ സമയത്തും ഒരേ റേറ്റ് തന്നെയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you so much. We will meet with another video soon. Till then, bye and take care.